ഹലോ ഹലോ സാറേ സാറേ കേൾക്കാൻ പറ്റുന്നില്ല സാറേ. നിങ്ങൾ എപ്പോഴാണ് വരുന്നേ? ഹലോ ഹലോ സാറേ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സാർ. എത്രയും പെട്ടെന്ന് എത്തിയേക്കണേ. ഹലോ ഹലോ. സാറെന്നാ പറഞ്ഞു? സാറ് പറഞ്ഞ ഒന്നും പേടിക്കണ്ടെന്നാ പറഞ്ഞേ. സാറേ എന്നാടാ? അല്ല സാറെന്നാ പറഞ്ഞെന്ന്? എടാ CI സാറും ടീമും എത്താൻ ഒരു 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ നമ്മൾ രണ്ടുപേരും ഈ കാട്ടിൽ ഒറ്റയ്ക്കാ. അയ്യോ സാറേ, നമ്മള് 2 പേരല്ല 3 പേരുണ്ട്. സാറ് ഈ ശവത്തിനെ കൂട്ടിയില്ല. എടാ എവനെ എന്നാ കൂട്ടാനാടാ? അവനെ കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചാ പോരെ. എന്നിട്ട് വേണം വല്ല പോലീസും പിടിക്കാൻ. എടാ ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരെന്തിനാ ഈ കാട്ടി വന്ന് ആത്മഹത്യ ചെയ്തെന്ന്. വല്ല ഫാമിലി പ്രോബ്ലം ആയിരിക്കും സാറേ. എടാ ഫാമിലി പ്രോബ്ലം ആണ്, അത് ഫാമിൽ വെച്ച് തീർക്കണം. അതാണ്ട് ഈ കാട്ടി വന്നല്ലേ തീർക്കണ്ടേ? അല്ല യവന ഫാമുള്ള കാര്യം നിനക്കെങ്ങനെ അറിയാം? അയ്യോ കുടുംബ പ്രശ്നം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. കുടുംബ പ്രശ്നം. ഓരോരുത്തന്മാർക്ക് ചാവാൻ ഓരോ കാരണങ്ങളെ. സാറേ ആ അതൊരു കുറിപ്പല്ലേ കിടക്കുന്നത്? എവിടെ? ആത്മഹത്യാ കുറിപ്പാന്നാ തോന്നുന്നു. എന്നാ എടുത്ത് വായിക്കടാ, എന്തെങ്കിലും തെളിവ് കാണാതിരിക്കത്തില്ല. ഞാൻ സന്തോഷ്. ഞാൻ മരിക്കാൻ കാരണം എന്റെ ഭാര്യ എന്നെ പറിച്ചത് കൊണ്ടാണ്. ഭാര്യ പറിച്ചെന്നോ? അയ്യോ സാറേ, ഇവൻ ഇറ്റായിക്ക് പോലെ റായ കേട്ടോ എഴുതിയത്. പറ്റിച്ചെന്നാ ഉദ്ദേശിച്ചത്. എന്റെ ഭാര്യക്ക് താരനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. ഭാര്യക്ക് താരനോ? എടാ 1 രൂപയുടെ ഷാമ്പു മേടിച്ച് അവിടെ തലയിൽ തച്ചാൽ മുഴുവൻ താരനും പോകൂലടാ. അതിന് ഇവനെന്തിനാണ് ഈ ചാവാൻ നടക്കുന്നത്? സാറേ ഇവൻ ജാരനുണ്ടെന്നായിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത്. ജാരൻ? നീ നോക്കിക്കോ, ഇതിന് ദൈവം നിന്നോട് കണക്കാ ചോദിക്കും. കണക്കായോ? അതെന്നാ കായടാ? സാറേ ഈ കിഴങ്ങൻ ഉദ്ദേശിച്ച കണക്ക് ചോദിക്കൂന്നാ. കണക്ക് ചോദിക്കൂന്ന്? അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വട വാങ്ങുന്നു. വട വാങ്ങുന്നുണ്ടോ? എടാ ചാകാൻ കിടക്കുമ്പോഴവന് വട വാങ്ങുന്നതിനെ കുറിച്ചാ ചിന്ത. ഈ കാട്ടിൽ അവന്റെ അച്ഛൻ വല്ല ചായക്കട നടത്തുന്നുണ്ടോ? സാറേ ഈ പൊട്ടൻ ഉദ്ദേശിച്ച വിട വാങ്ങുന്നു അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിട വാങ്ങുന്നു. ഗുഡ് ബോയ്. ഗുഡ് ബോയോ? ഇത്രയും വൃത്തിയായിട്ട് കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഗുഡ് ബോയ് നമ്മൾ വിളിക്കാം. അയ്യോ സാറേ ഗുഡ് ബോയ് അല്ല, ഗുഡ് ബൈ. പുല്ലെടുത്ത കളവന്റെ കോപ്പിലാൻ പറഞ്ഞ വഴി. യോ ഞാൻ ഇപ്പഴാ ഒരു കാര്യം ഓർത്തേ. നാളെ എന്റെ അളിയന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അടിയന്തരമായിട്ട് എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. സാറേ വെഡിങ് ആനിവേഴ്സറി അന്നൊക്കെ അടിയന്തരം വെക്കുവോ? എടാ കിഴങ്ങ അടിയന്തരം വെക്കുന്ന കാര്യമല്ല, അത്യാവശ്യമായിട്ടൊന്ന് അങ്ങോട്ട് ചെല്ലുന്ന കാര്യമാണ് പറഞ്ഞേ. അല്ല നിനക്ക് ഈ പ്രേതത്തിനെയൊക്കെ പേടിയുണ്ടോ? കല്യാണത്തിന് മുമ്പ് വരെ പേടിയായിരുന്നു സാറേ. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. അതിനടാ? അത് പിന്നെ സാറേ കല്യാണത്തിന് മുമ്പ് വരെ ഈ പ്രേതം പിശാചെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരിട്ട് കണ്ടത്. അതോടെ ആ പേടി അങ്ങ് മാറി. അല്ല സാറിന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ അപ്പൂപ്പ കൊണ്ട് പ്രേതത്തെയൊക്കെ തളയ്ക്കാൻ പോയിക്കൊണ്ടിരുന്നു. പ്രേതത്തെ കളയ്ക്കാനോ? കളയ്ക്കാനല്ലടാ കിഴങ്ങ, തളയ്ക്കാൻ. വഴിയേ പോകുന്ന പ്രേതത്തെ ഏണി വെച്ച് തളയ്ക്കുന്ന ടീമാ എന്റെ അപ്പൂപ്പൻ. എന്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കൊട്ടാരക്കരയിലൊരു വീട്ടില് ഭയങ്കര പ്രേതശല്യം. രാത്രിയായി കഴിഞ്ഞാ പട്ടിയുടെ ഓരിയിടലും കല്ലേറും കൂക്കി വിളിയും. പ്രേതത്തെ തളയ്ക്കാൻ വേണ്ടി അപ്പൂപ്പനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അപ്പൂപ്പനെ അങ്ങോട്ട് കയറുന്നോ ഒറ്റ നോട്ടം നോക്കിയപ്പോഴേ കാര്യം മനസ്സിലായി. എന്നതാ കാര്യം? അപ്പുറത്തെ വീട്ടിലൊരു വ്യാളിച്ചെറുക്കരുന്ന് ആകാശഗംഗയുടെ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൂപ്പൻ ചെന്നാ കാസറ്റ് എടുത്ത് തല്ലിപ്പൊടിച്ച് തോന്നിറങ്ങുമ്പോഴത്തേക്ക് ആ പ്രശ്നം ഒന്ന് തീർന്നു. പിന്നെ അവിടെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. സാറിന്റെ അപ്പൂപ്പനാള് കൊള്ളാലോ. ഇതൊക്കെ എന്തടാ, ഇതൊക്കെ ചെറുത്. ചുട്ട കോഴിനെ വരെ പറപ്പിച്ച ടീം അപ്പൂപ്പൻ. എന്നിട്ട് അപ്പൂപ്പൻ ഇപ്പൊ എവിടെയാ സാറേ? അപ്പൂപ്പൻ ഇപ്പൊ പൂഞ്ഞാറൊരു ഗ്രില്ല് ചിക്കൻ വെക്കുന്ന കടയിൽ ചുട്ട കോഴിനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അത് കഷ്ടമായി പോയി. എന്നാ കഷ്ടം? മാസം 7500 രൂപ അല്ലേ കിട്ടുന്നത്? ഒരു കഷ്ടവും ഇല്ല സാറേ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാ തോന്നുന്നു. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ആനപ്പിണ്ടത്തിന്റെ നല്ല മണം വരുന്നുണ്ടോ? ഈ ആനപ്പിണ്ടത്തിന്റെ മണമൊക്കെ നല്ല മണമെന്ന് ഒരുത്തം പറഞ്ഞേക്കുന്ന ആദ്യമായിട്ടോ. സാർ ഇങ്ങോട്ട് വന്നേ. എന്നാടാ അതുകൊണ്ടോ ഏതാണ്ട് അനങ്ങുന്ന പോലെ ആന വരുന്നാന്നോ തോന്നുന്നു. ആന വരുന്ന പോലെ തോന്നുന്നല്ലടാ, അത് ആന വരുന്നതാടാ. ഓടിക്കോ. അപ്പൊ ഇവനോ? അവന് വേണേ അവൻ ഓടിക്കോളും, നീ ഓടറാ.